അതിനകത്തൊരു വിവാദം ഉണ്ടാകേണ്ടുന്നൊരു കാര്യമല്ല. സൂംബ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിൽ ചെറുപ്പക്കാർക്ക് ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഡിസീസുകൾ വളരെ വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്നൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. അല്ല, അത് ഒരു വിവാദമാകേണ്ടുന്നൊരു സാഹചര്യമില്ല, വിവാദമാകേണ്ടുന്നൊരു പശ്ചാത്തലം ആ വിഷയത്തിനകത്തില്ല. സൂംബ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ സാർവത്രികമായി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ അതൊരു വിവാദമാകേണ്ട കാര്യം സത്യത്തിലില്ല. അതൊരു വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവാദമാകേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ അക്കാദമിക വർഷം തുടങ്ങുമ്പോൾ ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അവരെ വിളിക്കാറില്ലേ? ഫുൾ A+ ഉണ്ട്, സീറ്റ് ഒന്ന് റെഡിയാക്കി തരൂ എന്ന് ചോദിച്ച് ഫുൾ A+കാർക്ക് പോലും സീറ്റ് ലഭ്യമാകാത്ത രീതിയിൽ അശാസ്ത്രീയമായ അലോട്ട്മെൻറ്റ് സമ്പ്രദായം ഉണ്ടാവുകയാണ്. വലിയ തോതിലുള്ള കുട്ടികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മലബാർ ജില്ലകളിൽ വലിയ തോതിൽ സീറ്റ് ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. സർക്കാർ വേറെ എന്തൊക്കെയോ കണക്കുകൾ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യും. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്കൂളിൽ സീറ്റ് വേക്കൻ്റാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ വിവാദമാകേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയം. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളായിട്ടാണ് ഇതിന് തോന്നുന്നത്. എൻ്റെ ശ്രദ്ധയിലത് പെട്ടിട്ടില്ല. അത് എതിർക്കപ്പെടേണ്ടതോ അങ്ങനെ വിമർശനാത്മകമാക്കേണ്ടതായ ഒരു കാര്യമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം. വേറെ ഏതെങ്കിലും സംഘടനയ്ക്ക് അവരുടെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് അവരുടെ സ്വതന്ത്രമായ നിലപാടാണ്. അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെ നിലപാടിതാണ്. ശരി, താങ്ക് യു.